അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എരിവൊക്കെയുള്ള നല്ല ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 750 ഗ്രാം ചിക്കൻ, 25 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. കുറച്ചധികം കറിവേപ്പില വേണം. വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ്, ഉപ്പ്, 4 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുക, 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിക്കുക. പാന് ചൂടാവുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് പെപ്പർ ചിക്കന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഇതിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല എല്ലാ സ്ഥലത്തും പിടിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 ഗ്ലാസ് ഒന്നും വെള്ളം വേണ്ട കേട്ടോ. മസാല മിക്സായി കിട്ടാൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കത്തുമില്ല. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ കണ്ടില്ലേ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇനി ചിക്കൻ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടി 2 പച്ചമുളക് നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. Thanks for watching.